സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സിപിഐഎമ്മിനെ പോലെ കേരള പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ് ഞങ്ങൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു കാലത്തും ഇത്രയും ചെറിയ കാലയളവിൽ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നോമിനേഷൻ ഫോം പോലും കിട്ടുന്നില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അധിക താമസം ഉണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ല. സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം കാണാൻ കഴിയും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഗ്യാരണ്ടിയിൽ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ ഉയർത്തിയിട്ടുണ്ട്. നാളെ മുതൽ സജീവമായ പ്രവർത്തനത്തിലേക്ക് കടക്കും. UDF വിജയം സുനിശ്ചിതമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. യഥാർത്ഥ പ്രശ്നം CPIM-ലാണ്. CPIM-നകത്ത് ഇത്രയും കലഹമുണ്ടായ കാലം ഉണ്ടായിട്ടില്ല. എത്ര നേതാക്കളാണ് പുറത്തു വന്നത്? പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഇടതുമുന്നണിയിലും CPIM-ലുമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കെ സുധാകരന് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്. 3-4 MP-മാർക്ക് മത്സരിക്കണമെന്നുണ്ട്. അത് തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് സമിതിയാണ്. അവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. കെ സുധാകരന് ഏറ്റവും വലുത് പാർട്ടിയാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നും ജീവിച്ചിട്ടുള്ളതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുള്ളിരുട്ട. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.